കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂഷൻ. അങ്ങനെ അവസാനം ഞാൻ ആദ്യമായിട്ട് ഫ്രോക്ക് തന്നെ ഇടാൻ തീരുമാനിച്ചു കേട്ടോ. സമ്മർ ആയിക്കഴിഞ്ഞാൽ ഏത് ഡ്രസ്സ് ഇടണമെന്ന് ഓർത്തിട്ടാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഞാൻ എവിടെ പോവാന്നല്ലേ? സിനിമയ്ക്ക്. നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം ദൃശ്യം കാണാൻ വേണ്ടിയിട്ട്. മോഹൻലാലും പിന്നെ മോഹൻലാലിന്റെ ഭാര്യയായി മീനയും പിന്നെ 2 പിള്ളേരും സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. പിന്നെ ജിത്തു ജോസഫ് ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി മരിച്ചുപോയ വരുണെങ്ങാനും തിരിച്ചു വരുമോ? അതെന്തേലും ആവട്ടെ, എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ഒറ്റയ്ക്കല്ല കേട്ടോ, ഗൗരിയും വരുന്നുണ്ട് കൂടെ. അവളും എന്നെ പോലെ എക്സൈറ്റഡാ. ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തുകൊണ്ട് തന്നെ അധികം മേക്കപ്പിനോ ഒരുക്കത്തിനോ ഒന്നും സമയമില്ല. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട്? പത്ത് മിനിറ്റ് ഞാൻ ലേറ്റ് ആയെങ്കിലും കറക്റ്റ് സമയത്തിൽ തന്നെ തിയേറ്ററിൽ എത്താൻ പറ്റി. പക്ഷെ ഗായ്സ്, ഞാൻ പറഞ്ഞില്ലേ, ജിത്തു ജോസഫ് പിന്നെയും ചതിച്ചു. സമാധാനമായിട്ട് സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു മിൽക്ക് ഷേക്കും പിന്നെ ഒരു വേഫിൾസും വാങ്ങി കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ശരി, എന്നാ പിന്നെ കാണാം.